മാം, വജൈനൽ ഹെൽത്ത്, അതായത് വജൈനൽ ഹൈജീൻ പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അതായത് വി വാഷ് ഒക്കെ പോലെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം അതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലെയുള്ള പല ഇൻഫെക്ഷൻസും മാറ്റാം എന്നുള്ള രീതിയിലുമാണ്. അപ്പം എത്ര വരെയാണ് മാം അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക? കാരണം ഹൗ ഗുഡ് ഈസ് ഇറ്റ് ടു റെക്കമെൻഡ് ടു സംവൺ? ഞാനിപ്പം നമ്മുടെ ഒരു ഒ പിയിൽ എപ്പോഴും കാണുന്ന ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നവർ എപ്പോഴും പറയാ ഞങ്ങൾ സ്ഥിരമായിട്ട് വെജൈന വാഷ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിനി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി പ്രൊഫൈലാക്റ്റിക് ആയിട്ട് എടുക്കുന്നതാണ്, എന്നിട്ടും വന്നു. അപ്പം ബേസിക്കലി എന്താ പറയാ, രണ്ട് കാര്യങ്ങളുണ്ട് ഇൻഫെക്ഷൻ വരാൻ. ഒന്നൊരു അണ്ടർ ഹൈജീനിക്, ഒന്ന് ഓവർ ഹൈജീനിക്. രണ്ടും കൊള്ളത്തില്ല, മനസ്സിലായില്ലേ? എക്സ്ട്രീം ഇസ് നോട്ട് ഗുഡ്. അപ്പം ഈ വെജൈനൽ വാഷ് റെഗുലർലി യൂസ് ചെയ്യുന്നത് ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ് ടു എനി ഓഫ് മൈ പേഷ്യൻസ്. നമ്മളെപ്പോഴും ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള ടൈമിൽ യു ക്യാൻ യൂസ് എ വെജൈനൽ വാഷ് വിച്ച് ഹെൽപ്സ്. അല്ലെങ്കിൽ നമ്മൾ റെഗുലർലി ശരീരം കഴുകുന്നതിൻ്റെ ഒപ്പം നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ് സോപ്സ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നില്ല. അതായത് ഡവ് പോലത്തെ മൈൽഡ് സോപ്സ് ഇസ് ഓൾവേസ്, pH കുറഞ്ഞ സോപ്പ് ഇസ് ഓൾവേസ് ഗുഡ്. അല്ലാതെ അവിടെ മാത്രം സ്പെഷ്യലായിട്ട് അവിടെ മാത്രം മൾട്ടിപ്പിൾ ടൈംസ് വാഷ് ചെയ്യുക. ഈ ചിലവര് ഞാൻ പറയും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും മൾട്ടിപ്പിൾ ടൈംസ് അവിടെ സോപ്പിട്ട് വാഷ് ചെയ്ത് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ഒബ്സഷൻ പോലെ, ഒരു OCD പോലെ. അപ്പം നമുക്ക് അവിടെ വേണ്ട കുറച്ച് വെജൈനയിൽ വേണ്ട കുറച്ച് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം നമ്മൾ ഡു ഇറ്റ് പിന്നെയും വാഷ് ചെയ്ത് അവിടുത്തെ ആ നല്ല ബാക്ടീരിയനെ നമ്മൾ വാഷ് ചെയ്ത് കളയാണ്. സോ ഇറ്റ് ഈസ് എ നൈസ് പ്ലേസ് ഫോർ yeast infection or any vaginal bacterial infections like bacterial vaginosis എന്നൊക്കെ പറഞ്ഞ പല കണ്ടീഷൻസ്. ഇത് ഇച്ചിങ് എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമല്ല, പല റീസൺസും കൊണ്ട്. അപ്പം ഐ വുഡ് സേ ഗുഡ് ഹൈജീൻ, നമ്മൾ കുളിക്കുന്ന ഒരു 2 ടൈം ഗുഡ് ബാത്ത്, ആ ടൈമിൽ മാത്രം സോപ്പ് യൂസ് ചെയ്യുക. ആൻഡ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവിടെ ചെറുപ്പം മുതലേ ഞാൻ ഇപ്പോൾ ഒത്തിരി കൊച്ചു പിള്ളേരോട് OP കാണുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയും അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ ഷേവ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആ ഒരു ഹാബിറ്റായി ജസ്റ്റ് ഷേവിങ് ആ ഒരു ലോക്കൽ പാർട്ടിൽ. അപ്പം അവിടെ ആക്ച്വലി ഹെയർ എന്ന് പറയുന്നത് ഇസ് എ പ്രൊട്ടക്ഷൻ അല്ലേ? ഇപ്പൊ നമ്മുടെ മൂക്കില് ഹെയർ എന്തിനാണ്? ഹെയർ ഇസ് ഫോർ ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. സോ ആ ഒരു ഏരിയയിലും ഹെയർ ഇരിക്കുന്നത് ഇസ് എ പ്രൊട്ടക്ഷൻ ഫോർ ഇൻഫെക്ഷൻ, മനസ്സിലായില്ലേ? അവിടെ ഷേവ് ചെയ്യുന്നത് ഇസ് നോട്ട് അറ്റ് ഓൾ, ഐ വുഡ് നെവർ സജസ്റ്റ്. ഒരു ഹൈജീനിക് ലൈഫ് സ്റ്റൈലിൽ അങ്ങനെയല്ല, യു ക്യാൻ ഓൾവേസ് ട്രിം ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഷോർട്ട്, മനസ്സിലായില്ലേ? ഇല്ല, ഇറ്റ് ഇസ് നോട്ട്, ബിക്കോസ് യു ആർ ടേക്കിംഗ് ദ ഹോൾ ഹെയർ ഔട്ട്. അവിടുത്തെ ആ പേർപ്പസ് ഓഫ് ഹെയർ ഇസ്, അത് ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ് അവിടുത്തെ ഹെയർ. പിന്നെ നമ്മുടെ ഹൗ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം നമ്മുടെ എല്ലാം ഇസ് ക്ലോസ്ഡ്, മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെയർ ഓഫ് ഇൻഫെക്ഷൻ വിച്ച് യു ആർ ഷേവിങ് ഇറ്റ് ഓഫ് ആൻഡ് ഇൻവൈറ്റിംഗ് ഓൾ ദ ട്രബിൾസ്. അപ്പം അതുപോലെ തന്നെ മാം, ഇങ്ങനെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നവര് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഭയങ്കര ഇച്ചിങ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകുകയാണ്, ഞാൻ ചൂടുവെള്ളത്തിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡെയിലി 3 പ്രാവശ്യം ഞാൻ വി വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതും ഒരു റോങ് പ്രാക്ടീസ് ആണ്. ആബ്സല്യൂട്ട്ലി. നമുക്ക് ആ ഒരു ടെമ്പററി സുഖം കിട്ടാനാണ്. അതായത് തിളച്ച വെള്ളമൊക്കെ, ആ ഏരിയ ഇസ് സോ സെൻസിറ്റീവ്. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടില്ല. അവിടെ നോർമൽ വാട്ടർ അല്ലാതെ തിളച്ച വെള്ളം ഒന്നും കോരി ഒഴിക്കാൻ പാടില്ല. ബിക്കോസ് അവിടുത്തെ ഞാൻ പറഞ്ഞില്ല എവ്രിതിങ്, ആ സ്കിന്നൊക്കെ അങ്ങ് എക്സ്കോറിയേറ്റ് ചെയ്ത് പോയി. ഇറ്റ് ഈസ് ജസ്റ്റ്, യു ഷുഡ് നെവർ ഡു ദാറ്റ്. ചെറിയ ചൂടുവെള്ളത്തിൽ സിറ്റ്സ് ബാത്ത് എടുക്കുന്നതിൽ കുഴപ്പമില്ല. അതായത് മൈൽഡ് വാട്ടർ, കുറച്ച് ഉപ്പിട്ട്, ഉപ്പൊക്കെ ഒരു ആൻറ്റി ഫംഗൽ എഫക്റ്റ് ഉള്ളത് കൊണ്ട് യു ക്യാൻ ടേക്ക് സിറ്റ്സ് ബാത്ത് വിത്ത് മൈൽഡ് സോഫ്റ്റ് ലൂക്ക് വാം വാട്ടർ. ഐഡിയലി അതാണ് നല്ലത്. ഓക്കെ മാം. മാം, വെൻ ഇറ്റ് കംസ് ടു ഗൈനക്കോളജി, is it very important to have regular checkups for women after a certain age so that they will be preventing certain diseases or cancer? Ideally women's health is very important from the time of menarche. അതായത് ഒരു കുട്ടി പീരിയഡ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ തൊട്ട് വുമൻസ് ഹെൽത്ത് തന്നെയാണ് പറയാ. So to prevent cancers and all is always above 40 years of age.
പക്ഷെ എന്നിരുന്നാൽ പോലും ഏർലിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ഇഷ്യൂസ് ലൈക്ക് വെരി അബ്നോർമൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏർലി ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. വുമൻസ് ഹെൽത്ത് എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് ബ്രസ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളിടത്ത് വി ഓൾവേസ് സേ ദാറ്റ് നമ്മൾ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എവ്രി മന്ത് യു ഷുഡ് ഹാവ് എ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അത് നമ്മൾ സ്വന്തം എക്സാമിൻ ചെയ്ത് ലൈക്ക് നോട്ട് എവ്രി ഡേ ബട്ട് ജസ്റ്റ് ആഫ്റ്റർ യുവർ പീരിയഡ് ഇസ് ദ റൈറ്റ് ടൈം ടു എക്സാമിൻ യുവർ ബ്രസ്റ്റ്. ആൻഡ് ആഫ്റ്റർ 40s നമ്മളെപ്പോഴും വി ആർ മോർ പ്രോൺ ഫോർ ക്യാൻസേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ എനി അബ്നോർമൽ ബ്ലീഡിങ് പാറ്റേൺ, ഹെവി ബ്ലീഡിങ്, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഓർ പോസ്റ്റ് കോയിറ്റൽ അതായത് ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ബ്ലീഡിങ്, ഇതൊക്കെ ഇസ് എ സൈൻ ഫോർ സർട്ടൻ തിങ്സ് യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സോ മെനി ടെസ്റ്റ് ആർ ദെയർ ലൈക്ക് ആവശ്യമുള്ളവർക്ക്. ബിഫോർ 40 ആവുമ്പോൾ നമ്മൾ റെഗുലർലി ഒരു മാമോഗ്രാം ഒന്നും പറയാറില്ല, ഓൺലി ഇഫ് ഇൻഡിക്കേറ്റഡ്. ഒരു മെനാർക്കയ്ക്ക് ശേഷമാണോ കൂടുതലും ഇത് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മാമോഗ്രാം? അതുപോലെ മാമോഗ്രാം എപ്പോഴും ആഫ്റ്റർ 40 ആണ് നമ്മൾ പറയുക. യങ്സ്റ്റേഴ്സ് അതായത് ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മുന്നേ ഒരു ബ്രസ്റ്റ് ലീഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയതിന് ശേഷം ഇഫ് ഇറ്റ് ഈസ് സംതിങ് നമുക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ വി ആസ്ക് ഫോർ. പക്ഷെ 40+ ഇസ് ഓൾവേസ് വി സേ മാമോഗ്രാം ഡയറക്ട്ലി ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല. അതുപോലെ മാം ഇപ്പം നമുക്ക് പെൺകുട്ടികളാണെങ്കിലും പീരിയഡ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് പെയിൻ ഉണ്ടാവാറുണ്ട്. അതായത് കൂടുതൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതൽ പെയിൻ ഉണ്ടായി ബോധം കെട്ട് വീഴുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെയൊക്കെയുള്ള വേദനകളും ബുദ്ധിമുട്ടും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ പണ്ട് അതില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പെയിന് അനുഭവിക്കുന്ന ഒരു സമയം അതെന്തേലും ഒരു ഫ്യൂച്ചറിൽ ഒരു ഡിസീസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണോ? ഈ പീരിയഡ് പെയിൻ എന്ന് പറയുന്നത് ഇസ് ഒരു നോർമൽ തിങ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ യെസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബീയിങ് എ വുമൺ. പക്ഷെ വെൻ ഇറ്റ് ബിക്കം സിവിയർ, അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് നീഡ്സ് ടു ബി ഇവാലുവേറ്റഡ്. പിന്നെ നമ്മളൊരു സിവിയർ പെയിൻ എന്നൊക്കെ പറയുന്നത് ലൈക്ക് സാധാരണ പീരിയഡിന്റെ ഫസ്റ്റ് 2 or 3 days വരുന്ന പീരിയഡ് പെയിൻ, ബെയറബിൾ പെയിൻ, ഒരു മരുന്ന് കഴിച്ച് കുറയുന്ന പെയിനൊന്നും ദർ ഇസ് നോ നീഡ് ടു ഇവാലുവേറ്റ് ഒത്തിരി ഒന്നും. പക്ഷേ പീരിയഡിന് മുന്നേ പെയിൻ തുടങ്ങുക, പീരിയഡ് ത്രൂ ഔട്ട് ഇറ്റ് ഈസ് പെർസിസ്റ്റിംഗ്, ഈവൻ ആഫ്റ്റർ പീരിയഡ് ഇറ്റ് സ്റ്റിൽ റിമെയിൻസ്. അതായത് നമ്മുടെ ഒരു മന്തിലെ 10-14 ദിവസം ഇസ് വിത്ത് ഏക്സ് ആൻഡ് പെയിൻസ് യു ഹാവ് ടു ഇവാലുവേറ്റ്. പല കണ്ടീഷൻസ് ലൈക്ക് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ അഡിനോമയോസിസ്, all these can cause such kind of abnormal uterine bleeding. അതിപ്പം വെരി സാഡ്ലി ഞാനൊക്കെ ഒ പിയിൽ വെരി ഏർലി, അതായത് യങ് ഗേൾസിന് വരെ വി ആർ സീയിങ് ഓൾ ദീസ് സിവിയർ കണ്ടീഷൻ. സോ ഡെഫിനറ്റ്ലി ഒരു റുട്ടീൻ ചെക്കപ്പ് എന്നും ലൈക്ക് പീരീഡ് ആവുന്ന ഉടനെ അല്ല, പക്ഷെ എപ്പോഴും ആ ഒരു സേ ഒരു 20 years ഒക്കെ ആവുമ്പം ഒരു ബേസ് ലൈൻ ഇവാലുവേഷൻ ഇസ് ഓൾവേസ് ഗുഡ് ഐ ഫീൽ.